ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈവനിങ് സ്നാക്കായി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു എഗ് ബജി റെഡിയാക്കാം. ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം 1.5 കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബാറ്റർ ഒന്ന് സെറ്റാക്കി എടുക്കണം. ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. കട്ടകളില്ലാതെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഓവർ ലൂസായി പോയാൽ ഇത് എഗ്ഗിലധികം പിടിച്ച് വരില്ല. അതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ട് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എഗ് ബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതൊന്ന് മിഡിൽ കട്ട് ചെയ്ത ശേഷം ഇതിലുള്ള മഞ്ഞക്കരി ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ എഗ് ഹാഫായി എടുത്ത് നമുക്ക് മസാലയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ എഗ് ഹാഫിലും നമുക്ക് മസാല ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ എഗ് ഹാഫിലും മസാല ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിലൊഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ഒരല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. സവാളയുടെ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി വരണം. ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിലൊഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഓരോ എഗ്ഗായിട്ട് ബാറ്ററിൽ മുക്കി ഒന്ന് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനെടുത്ത പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് നന്നായി ഫ്രൈ ആയി വരണം. ഇപ്പോൾ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാലൻസ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എഗ് ബജി എല്ലാം റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.